ഇന്ത്യൻ റെയിൽവേ സമൂലം മാറുകയാണ്. ആധുനികവൽക്കരണം, ഗ്രീൻ റെയിൽവേ, ഗ്രീനസ്റ്റ് റെയിൽവേ എന്നാണ് അശ്വിനി വൈഷ്ണവ് വിശേഷിപ്പിക്കുന്നത്. ഈ തരത്തിൽ റെയിൽവേ വ്യവസായവൽക്കരണത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ കംപ്ലീറ്റായിട്ട് മോഡേണൈസ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ജപ്പാനിലെയും ചൈനയിലെയും ഒക്കെ റെയിൽവേയുടെ സൗകര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും ലഭിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെന്നൈയിൽ സംസാരിച്ചത്, ഇന്ത്യൻ റെയിൽവേ മിനിസ്റ്റർ സംസാരിച്ചത്, നമ്മൾ ഈ മെയ് മാസത്തിൽ ഹൈഡ്രജൻ ട്രെയിൻ ഇറക്കും. അത് ഹൈഡ്രജൻ ട്രെയിൻ ഇറക്കുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുകയാണ്. അപ്പോൾ മാത്രമല്ല, ഇതുവരെ ലോകത്ത് ഇറക്കിയിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ഹോഴ്സ് പവറോടുകൂടി 1200 ഹോഴ്സ് പവറുള്ള ഹൈഡ്രജൻ ട്രെയിൻ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മെയ്യിൽ കമ്മീഷൻ ചെയ്യും. അപ്പോൾ നിലവിൽ 800-600 ഹോഴ്സ് പവറുള്ള ഹൈഡ്രജൻ ട്രെയിനാണുള്ളത്. ഈ ട്രെയിൻ നിർമ്മിച്ച് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് പുറമെ വിദേശത്തേക്ക് കയറ്റി അയക്കുവാനും ഉദ്ദേശമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ എഞ്ചിനുകൾ, ആധുനിക സൗകര്യങ്ങളോടെയുള്ള റെയിൽവേ എഞ്ചിൻ ഗുജറാത്തിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണഘട്ടം പരിശോധിക്കാനായി റെയിൽവേ മന്ത്രി പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഇംപ്രഷൻ അദ്ദേഹം ചെന്നൈയിലെ യോഗത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഒരു റെയിൽവേ എഞ്ചിൻ്റെ ഉള്ളിൽ കയറിയാൽ അതൊരു ഡേറ്റ എൻട്രി ഓഫീസ് പോലെ തോന്നും. ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ പ്രവർത്തിക്കുന്ന പോലെയാണ് ഒരു റെയിൽവേ എഞ്ചിൻ്റെ ഉള്ളിൽ. നമ്മൾ എത്ര വേഗമാണ് നമ്മുടെ സാങ്കേതിക സൗകര്യം ഉപയോഗിച്ച് മാറുന്നത്. അപ്പം നമുക്ക് ഇന്ത്യയിൽ അതിനനുസരിച്ചുള്ള വൈഭവമുണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, പിന്നെ നല്ല തൊഴിലാളികളുണ്ട്, മാൻ പവറുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ലോക റെയിൽ ഭൂപടത്തിൽ 1-ാം സ്ഥാനത്തെത്താൻ പറ്റും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ നിലവിൽ നമുക്ക് 50,000 കിലോമീറ്ററിലേറെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ദൈർഘ്യം. അപ്പോൾ 1,00,000 കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഒരു ലോകത്തെ 2ാമത്തെ 3ാമത്തെ റെയിൽവേ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിലെ ആധുനികവൽക്കരണവും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീനിസ്റ്റ് റെയിൽവേയും കൂടെ വരികയാണെങ്കിൽ ഇന്ത്യ ആ കാര്യത്തിൽ ചൈനയോടൊപ്പം എത്താൻ കഴിയും എന്നാണ് വിശ്വാസം. ഈ ഇന്നത്തെ റെയിൽവേ സൗകര്യം കഴിഞ്ഞൊരു 4-5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ റെയിൽവേക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് ഘോഷ് എന്താണ്, എങ്ങനെ വിലയിരുത്തും? അതായത് ഈ കാലത്തിനനുസരിച്ചിട്ട് ഇത് നമ്മളെ പല സംഗതികളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ അശ്വിനി വൈഷ്ണവിൻ്റെ ഒരു സാന്നിധ്യം എടുത്തു പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെറും ഈ നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രം ഒരു ഭരണാധികാരിയായി മാറാൻ പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സിവിൽ സർവീസ് പശ്ചാത്തലമുണ്ട്, സാങ്കേതിക പരിജ്ഞാനമുണ്ട്, മറ്റ് കോർപ്പറേറ്റ് മേഖലയിലുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു പ്രൊഫഷണൽ നേട്ടം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേസിലും അതോടൊപ്പം തന്നെ നമ്മളുടെ IT രംഗത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും എനിക്ക് ഇദ്ദേഹത്തിനോടുള്ളൊരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമുക്ക് കേരളത്തിൽ ഈ അശ്വിനി വൈഷ്ണവിൻ്റെ അത്രയൊന്നും വേണ്ട എങ്കിലും ഈ കാലത്തെ മനസ്സിലാക്കുന്ന, സാങ്കേതിക വിദ്യ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റവും അതും സംസ്കാരത്തിലും മനുഷ്യൻ്റെ ജീവിതത്തിലും വരുന്ന മാറ്റമൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ടായിരുന്നെങ്കിൽ, ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഒരു ഊർജ്ജ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ കേരളം പോലെ മാജിക് കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലം വേറെ ഇല്ലായിരുന്നു. ഡീപ് സീക്ക് ചൈന അനൗൺസ് ചെയ്തു. ചൈന അനൗൺസ് ചെയ്തതിൻ്റെ 48 മണിക്കൂറിന് മുമ്പ് അശ്വിനി വൈഷ്ണവ് അനൗൺസ് ചെയ്തു, വരുന്ന 6 മുതൽ 10 മാസത്തിനകം ഡീപ് സീക്കിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ, ഒരു AI മോഡൽ ഇന്ത്യ ഇറക്കും. അതുമാത്രമല്ല, ലോകത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള കോമൺ കമ്പ്യൂട്ട് ഫെസിലിറ്റി ഇപ്പം നിലവിലുള്ളവരുടെ കയ്യിലുള്ള ഈ GPUs കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒരു വിദ്യാർത്ഥിക്ക് പോകണമെങ്കിലും $1 കൊടുത്താൽ മതി ഒരു മണിക്കൂറത്തേക്ക് ചെലവഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിപ്പം വരുന്ന ഒരു 4, 5, 6 മാസത്തിനകത്ത് ഇന്ത്യ വരാൻ പോവുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കോ അതല്ല ഇവിടുത്തെ ഈ കോളേജുകൾക്കോ യൂണിവേഴ്സിറ്റികൾക്കോ ഒക്കെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെയൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് സ്പോൺസർ ചെയ്തിട്ട് അങ്ങോട്ടൊരു 2-3 മാസം ഒരു പ്രോജക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ
കേരളത്തിൽ വരുന്ന മാറ്റം ആലോചിച്ച് നോക്കും. അപ്പോൾ അത് ആ രീതിയിലുള്ള വലിയ ഒരു 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 സാങ്കേതികത്വത്തിൻ്റെ കാര്യത്തിൽ വിഷണറി കൂടിയാണ് ഈ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന എനർജി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലം. ഇപ്പോൾ ഇനി കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ ഹൈഡ്രജൻ ബസ്സുകൾ ട്രയൽ ഓടാൻ പോകുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തന്നെ നമ്മുടെ റെയിൽവേയിൽ വരുന്ന മാറ്റങ്ങളുടെ ഇപ്പം വന്ദേ ഭാരത്. അപ്പോൾ ഈ വന്ദേ ഭാരത് പോലുള്ള സംഗതികൾ, അതിൻ്റെ പിന്നെ ബെർത്ത് ഫെസിലിറ്റീസ് ഉള്ള സംഗതി, ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ മാറ്റത്തിലേക്ക് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഹൈഡ്രജൻ എനർജിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ വൻതോതിൽ ഹൈഡ്രജൻ എനർജിയിലേക്ക് സ്വകാര്യ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പശ്ചാത്തലമൊക്കെ കണ്ടുകൊണ്ടാണ് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സാധ്യത. ഇത് യൂറോപ്പിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് അടക്കം അല്ല UK അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ഹൈഡ്രജൻ എനർജി വന്നു കഴിയും. അതെ ഒരു അതിവേഗം അങ്ങോട്ടേക്ക് പരിവർത്തനം ചെയ്തു. അതെ. അപ്പോൾ എനർജി എഫിഷ്യൻസി, നമ്മൾ ഈ ഹൈഡ്രോ കാർബൺ ഉപയോഗിക്കുന്ന ഡീസലും പെട്രോളിൻ്റെയും കാലം അസ്തമിക്കാൻ പോവുകയാണ്. അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഈ മോഡേൺ ടെക്നോളജി തന്നെ ഇപ്പം നേരത്തെ സുജാതൻ പറഞ്ഞല്ലോ, മറ്റേ ഈ എഞ്ചിൻ്റെ അകം കണ്ടു കഴിഞ്ഞാൽ ഒരു ഡേറ്റ എൻട്രി സെൻറ്റർ ഇത് അതുപോലെ ഇരിക്കുകയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഓരോ ഗാഡ്ജറ്റ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗാഡ്ജറ്റ്. അതേപോലെ ഓരോ മെഷീനും ഈ ഇടപെടുന്നത് ഓരോ ഗാഡ്ജറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അത് മാത്രം കേന്ദ്രീകൃതമാകാതെ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ടൈം അവിടെ സേവ് ചെയ്യുന്നു, യാത്രക്കാരുടെ ടൈം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുള്ള സൗകര്യം. മറ്റേത് ക്യൂ റെയിൽവേ സ്റ്റേഷനുകളിൽ ക്യൂ ഇല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ചില സന്ദർഭങ്ങളിൽ നമുക്ക് നീണ്ട ക്യൂ കാണാൻ കഴിയുന്നു. അത് ഈ മനുഷ്യനെ മാറ്റത്തിനോട് പൊരുത്തപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിലൊരു സാങ്കേതികത്വം എങ്ങനെ ഈ മാറ്റത്തിനനുസരിച്ച് ഉപയോഗിക്കാം എന്നുള്ളതിൽ ഒരു വിഷണറിയുടെ ലെവലിലാണ് ഈ അശ്വിനി വൈഷ്ണവ് നമ്മൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഈ പറഞ്ഞാൽ അതിനെ അത്തരം കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയം കലർത്തി നോക്കുന്നതും ശരിയല്ല. അതൊക്കെ ഈ സംസ്ഥാന സർക്കാർ, നമ്മുടെ കേരളത്തിലെ സർക്കാരൊക്കെ അതൊക്കെ ഒന്ന് നോക്കേണ്ടതാണ്. ഇപ്പം ഞാൻ 1-2 പേരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഈ കോമൺ കമ്പ്യൂട്ടർ ഫെസിലിറ്റി വരാൻ പോകുന്നതിനെ കുറിച്ചിട്ട് പോലും പലർക്കും അറിയില്ല സാർ. അത് അദ്ദേഹം ഇത് ചെന്നൈയിലാണ് സംസാരിച്ചത്. ചെന്നൈ ഉൾപ്പെട്ട തമിഴ്നാട്ടിൽ ഇപ്പോൾ പഴയ ഭാഷാ പ്രശ്നം ഒരു ഭ്രാന്ത് പോലെ എടുത്ത് വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രാകൃത കാലത്താണ്. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ചോണം, ഇപ്പോഴും എന്തുകൊണ്ടത് ക്ലച്ച് പിടിക്കുന്നില്ല? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദി ഭാഷയെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വിഷയമല്ലാതായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഭാഷയെ സംസാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് മനുഷ്യനോട് നേരിട്ട് സംസാരിക്കാവുന്ന സാങ്കേതിക വിദ്യ വന്നു. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ ഭാഷാഭ്രാന്തൊക്കെ ഇനിയും അത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം. അപ്പോൾ ഇതൊരു മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടം. ഇന്ത്യൻ റെയിൽവേ സമൂലം മാറുകയാണ്, ആധുനികവൽക്കരിക്കുകയാണ്. കൂടുതൽ ജന ഉപകാരപ്രദമായിക്കൊണ്ട് പുനർസൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുഷ്ഠിക്കുന്ന സേവനം സ്തുത്യർഹം. മാത്രമല്ല കേരളം ശരിക്കും ഈ ഒരു അവസ്ഥയെ എങ്ങനെ, കാരണം നമുക്ക് സ്ഥലത്തിൻ്റെ പ്രശ്നമുണ്ട്, എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള ചിന്തയിലേക്കും പോകേണ്ട സമയമാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.